ഒഴിഞ്ഞു മാറി നടന്നതിന് ശേഷവും അച്ഛന്റെ അമ്മയുടെയും കൂടെ പാർക്കിലേക്ക് വരാൻ ഞാൻ വിളിച്ചപ്പോഴേക്കും പ്രിയൻചേട്ടൻ ഒരു മടിയില്ലാതെ വന്നില്ലേ? എന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ? ഒരു നിമിഷത്തേക്കെങ്കിലും എന്നെ വേണ്ടെന്ന് തോന്നിയില്ലേ? നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പാറു. അതിലും ഭേദം ഞാൻ മരിക്കുന്നല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തതിന് നിനക്ക് നിന്റേതായ കാരണങ്ങളുണ്ടാവും. അതെനിക്കറിയാം. അത് നിനക്ക് പറയാൻ തോന്നുമ്പോ പറഞ്ഞാ മതി. ഇനി പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരു വിരോധവുമില്ല. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി. എന്താ പറ? എന്താ പറു ഇത്? എന്തായി കാണിക്കുന്നേ? നീ എന്തായി ചെയ്യുന്നേ? പാറു, എന്താ നിനക്ക് പറ്റിയത്? പാറു, പാറു, നീ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുക. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നീ വാതിൽ തുറക്ക്, നമുക്ക് പുറത്ത് വരുന്ന സംസാരിക്കാം. ഭക്ഷണം കഴിക്കാൻ സമയമായി. പാറു, പോരുത് പോരുത് പോരുത്. നീ എന്തായി കാണിക്കുന്നേ? പാറു, ഇതൊന്നും ശരിയല്ല, മാറ്. പാറു, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഈ നശിച്ച കൈ. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ലേ? പ്രിയൻചേട്ടന്റെ അമ്മയും കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ളവർക്കല്ല നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരെന്നറിയാം. പിന്നെ നമ്മൾ കൂടുതൽ അടുക്കുന്നതിൽ എന്താ തെറ്റ്? മാറു, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ടോ അതിര് കടക്കണമെന്നില്ലല്ലോ. നിന്റെ കൂടെയുള്ള ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ തന്നെയാ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ നിന്നോട് എനിക്ക് തോന്നുന്ന സ്നേഹം വെറൊരു ആകർഷണം മാത്രമല്ല, അതൊരു ആത്മബന്ധമാണ്. നീ നിഷ്കളങ്കയായ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്. നിന്നെ തൊടുമ്പോഴും നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോഴും എല്ലാം ആ നിഷ്കളങ്കതയെ ഞാൻ കാണാറുള്ളത്. ഒരിക്കലും ഒരു മോശമായ ഉദ്ദേശത്തോടെ ഇന്നുവരെ നിന്നെ ഞാൻ തൊട്ടിട്ടില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കുകയും വേണം. മനസ്സുകൊണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതുപോലെ ആയിരിക്കാം, പക്ഷേ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് അന്തസ്സായി
നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാവും. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ നമ്മൾ അടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് ധൃതി കൂട്ടുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ ചെയ്ത നീ എന്റെ മീതെ വച്ചിരിക്കുന്ന വിശ്വാസം തകർക്കുന്നതിന് തുല്യ. ഞാനതൊരിക്കലും ചെയ്യില്ല. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്കെന്താ പറ്റിയത്? നീ ഇങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാറുവിന് പ്രിയന്റെ മുന്നിൽ ഇങ്ങനെ തരം താഴേണ്ടി വന്നത് നമ്മള് കാരണം. 2 ദിവസം എന്നോട് മിണ്ടാതെ നടന്ന നീ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ മനസ്സിലായത്? നിന്റെ അച്ഛൻ കാർത്തിക്കിന്റെയും സ്വാതിയുടെയും പ്രണയത്തിനെ എതിർക്കുന്നത് നീ കണ്ടു. നമ്മുടെ കാര്യത്തിലും നിന്റെ അച്ഛൻ അതേ നിലപാടെടുക്കുമെന്ന് നിനക്ക് പേടിയുണ്ട്. നമ്മൾ തമ്മിൽ അകലുമെന്ന് നീ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ നീ കൂടുതൽ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ നിന്നെ വിട്ടു പോവില്ല. അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും നമ്മൾ അടുക്കാൻ പാടില്ല. നിന്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിക്കാൻ എത്ര വർഷം എടുത്താലും ശരി, ഞാൻ കാത്തിരുന്നോളാം. നമ്മുടെ സ്നേഹം എത്ര പവിത്രമാണെന്ന് നിന്റെ അച്ഛനെയും അമ്മയും മനസ്സിലാക്കിച്ച് ഞാൻ നമ്മുടെ കല്യാണം നടത്തും. അതുവരെ നമ്മൾ അതിര് കടന്ന് ഒന്നും ചെയ്യരുത് പാറു. പ്രിയന്റെ സ്നേഹം പവിത്രാണെന്ന് പാറു പലവട്ടം പറഞ്ഞതാ. നമ്മളത് വിശ്വസിച്ചില്ല. പ്രിയനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ പാറു ഉള്ളിന്റെ ഉള്ളിൽ ഉരുകുമായിരുന്നിരിക്കും. നമ്മളെ കൺവിൻസ് ചെയ്യാനാ അവൾ ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റി, വലിയ തെറ്റുപറ്റി. ഞാനിനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. പ്രിയൻചേട്ടൻ പറഞ്ഞു അതേ നിഷ്കളങ്കതയോടെ ചോദിക്കാം, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.